അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. നമ്മുടെ ഈ കിതാബിൻ്റെ ആമുഖം കഴിഞ്ഞു. ഇനി അതിൻ്റെ സർഫുകൾ എങ്ങനെയാണ് വരിക എന്നതാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ ആദ്യം പറഞ്ഞു ഫിഅലുകൾ 4 തരമാണ്. മാദി അതാണ് ഒന്നാമത്തേത്. പിന്നെ മുസ്തഖ്ബിൽ, അംർ, നഹി. ഈ മാദി 2 രൂപത്തിലാണ്. ഒന്ന് മഅറൂഫ്, ഒന്ന് മജ്ഹൂൽ. മഅറൂഫ് എന്ന് പറയുമ്പോൾ ചെയ്ത ആളെ എന്ത് ചെയ്യും, ആ ഒരു പദത്തിൽ നിന്ന് തന്നെ മനസ്സിലാവും. അവൻ ചെയ്തു, അവൻ അടിച്ചു. എന്നാൽ മജ്ഹൂൽ എന്ന് പറയുമ്പോൾ പ്രവർത്തിച്ച ആളല്ല എന്ത് ചെയ്യുക, അവിടെ നമ്മൾ ആ പദത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവാം. മറിച്ച് ആ പ്രവൃത്തി ആരുടെ മേലാണ് ബാധിച്ചത് അയാളെയാണ് മനസ്സിലാവും. ഇനി മഅറൂഫാണെങ്കിലും മജ്ഹൂലാണെങ്കിലും ഇതും 2 രൂപത്തിലാണ് വരാം. ഇത് വളരെ സിമ്പിളാണ്. ഒന്ന് മുസ്ബത്തും ഒന്ന് മൻഫിയും. മുസ്ബത്ത് പറയുമ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്തു എന്നും, മൻഫി എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം വരാം. ഇൻഷാ അല്ലാഹ് നമുക്ക് സർഫ് പഠിക്കാം. ഇനി സർഫ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഞാൻ എന്ത് ചെയ്യാം, ഒരു 2 ഫിഅൽ സർഫാക്കി തരാം. ഫഅല, ഫഅല, ഫഅലു, ഫഅലത, ഫഅലത, ഫഅൽന, ഫഅൽത, ഫഅൽതുമ, ഫഅൽതും, ഫഅൽതി, ഫഅൽതുമ, ഫഅൽതുന്ന, ഫഅൽതു, ഫഅൽന. ളറബ, ളറബ, ളറബു, ളറബത്, ളറബത, ളറബന, ളറബ്ത, ളറബ്തുമ, ളറബ്തും, ളറബ്തി, ളറബ്തുമ, ളറബ്തുന്ന, ളറബ്തു, ളറബന. ഇനി അതിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞുതരാം. ഫഅല എന്നുള്ളത് അവനൊരു പുരുഷൻ പ്രവർത്തിച്ചു. അവനൊരു പുരുഷൻ പ്രവർത്തിച്ചു. ഫഅല അവർ 2 പുരുഷന്മാർ പ്രവർത്തിച്ചു. ഫഅലു അവർ അനേകം പുരുഷന്മാർ പ്രവർത്തിച്ചു. ളറബ അവനൊരു പുരുഷൻ അടിച്ചു. ളറബ അവർ 2 പുരുഷന്മാർ അടിച്ചു. ളറബ അവർ അനേകം പുരുഷന്മാർ അടിച്ചു. ഫഅലത്ത് അവളൊരു സ്ത്രീ പ്രവർത്തിച്ചു. ഫഅലത്ത് അവർ 2 സ്ത്രീകൾ പ്രവർത്തിച്ചു. ഫഅല അവർ അനേകം സ്ത്രീകൾ പ്രവർത്തിച്ചു. ഉദാഹരണം, കത്തബത്ത് അവളൊരു സ്ത്രീ എഴുതി. കത്തബത്ത് അവർ 2 സ്ത്രീകൾ എഴുതി. കത്തബന അവർ അനേകം സ്ത്രീകൾ എഴുതി. ഫഅൽത നീ ഒരു പുരുഷൻ പ്രവർത്തിച്ചു. ഫഅൽതുമ നിങ്ങൾ 2 പുരുഷന്മാർ പ്രവർത്തിച്ചു. ഫഅൽതു നിങ്ങൾ അനേകം പുരുഷന്മാർ പ്രവർത്തിച്ചു. ളറബ്ത നീ ഒരു സ്ത്രീ അടിച്ചു. ളറബ്തുമ നിങ്ങൾ 2 സ്ത്രീകൾ അടിച്ചു. ളറബ് നിങ്ങൾ അനേകം സ്ത്രീകൾ അടിച്ചു. സോറി കേട്ടോ, ഞാൻ നേരത്തെ നിങ്ങളുടെ അടിയിക്കൊന്നുകള്. ഫഅൽത ളറബ്ത നീ ഒരു പുരുഷൻ അടിച്ചു. ളറബ്തുമ നിങ്ങൾ 2 പുരുഷന്മാർ അടിച്ചു. ളറബ്തും നിങ്ങൾ അനേകം പുരുഷന്മാർ അടിച്ചു. അത് കഴിഞ്ഞിട്ട് ഫഅൽതി, ഫഅൽതുമ, ഫഅൽതുന്ന. ഫഅൽതി നീ ഒരു സ്ത്രീ പ്രവർത്തിച്ചു. ഫഅൽതുമ നിങ്ങൾ 2 സ്ത്രീകൾ പ്രവർത്തിച്ചു. ഫഅൽതുന്ന നിങ്ങൾ അനേകം സ്ത്രീകൾ പ്രവർത്തിച്ചു. അവിടെ നമ്മൾ കതബ്തി വെക്കുകയാണെങ്കിൽ നീ ഒരു സ്ത്രീ എഴുതി. കതബ്തു, കതബ്തുമ നിങ്ങൾ 2 സ്ത്രീകൾ എഴുതി. കതബ്തുന്ന നിങ്ങൾ അനേകം സ്ത്രീകൾ എഴുതി. ഫഅൽതു ഞാൻ പ്രവർത്തിച്ചു. ഫഅൽന ഞങ്ങൾ പ്രവർത്തിച്ചു. കതബ്തു ഞാൻ എഴുതി. കതബ്ന ഞങ്ങൾ എഴുതി. ളറബ്തു ഞാൻ അടിച്ചു. ളറബ്ന ഞങ്ങൾ അടിച്ചു. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, അതിൻ്റെ അർത്ഥങ്ങൾ വരാം. അപ്പോൾ ഒരു മാദിയായ ഫിഅൽ, സാധാരണ ഒരു മാദിയായ ഫിഅൽ ഈ രൂപത്തിലാണ് എന്ത് ചെയ്യുക, അതിൻ്റെ സർഫൊക്കെ വരാം. ഇൻഷാ അല്ലാഹ് ഞാൻ ഒരു 5 ഫിഅലുകളായിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങളത് കൃത്യമായിട്ട് സർഫാക്കി എഴുതിയിട്ട് എന്ത് ചെയ്യുക, അത് പഠിക്കാം ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതിൻ്റെ സിയ ആണ്. സിയ എന്ന് പറയുമ്പോൾ ഈ ഫിഅൽ, ഇപ്പോൾ ഫഅല എന്നുള്ളത് അതെന്താണ് സാധനം, അതാണ് എന്ത് ചെയ്യുന്നത് ഈ സിയ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിനു മുമ്പ് ചെറിയ 2 കാര്യം പറയാം. മുമ്പ് പറഞ്ഞ വിഷയമാണ് ഗായിബ്, ഹാദിർ. ഗായിബ് എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്തില്ലാത്ത ദൂരെയുള്ള ഒരാളെ കുറിച്ചാണ്. അവൻ പ്രവർത്തിച്ചു. അടുത്തുള്ള ആളാണെങ്കിൽ നമ്മൾ എന്താ പറയുക, നീ പ്രവർത്തിച്ചു എന്നാണ് പറയുക. അപ്പോൾ ദൂരെയുള്ള ഒരാളെ കുറിച്ച് ഉപയോഗിക്കുന്ന ഫിഅലിന് അത് ഗായിബായ ഫിഅൽ. അടുത്തുള്ള ആണെങ്കിൽ ഹാദിർ എന്നും ഉപയോഗിക്കും. പിന്നെ മറ്റൊരു വിഷയമാണ് ളുമീർ. ളുമീർ എന്ന് പറയുന്നത് എന്താണ്? ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞു എന്ത് ചെയ്തു, നമ്മളിങ്ങനെ ഖാലിദിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കുറേ കഥ. ഖാലിദ് അങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്നിട്ട് പറഞ്ഞു അവൻ ഇതാണ്, അവൻ നന്നായി പാടും, നന്നായി പാട്ട് പാടും, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഖാലിദ് എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് അവൻ എന്ന് ഉപയോഗിച്ചല്ലോ. അതുപോലെ തന്നെ 2 ആൾക്കാരെ കുറിച്ച് പറയണം, ഖാലിദിനെയും ജബ്ബാറിനെയും കുറിച്ച് പറയണം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓ 2 ആൾക്കാർ നല്ല ഉഷാറാണ്. അപ്പോൾ ഖാലിദ് അതുപോലെ തന്നെ ജബ്ബാർ, ഈ 2 പേരുകൾക്ക് പകരമായിട്ട് അവർ 2 പേർ എന്ത് ചെയ്തു നമ്മൾ ഉപയോഗിച്ചു. അപ്പോൾ ഇത്തരത്തിലുള്ള ഉപയോഗത്തിനാണ് ളുമീർ എന്ന് പറയാം. ളുമീറുകൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഫേലുകളുടെ അതേ രൂപത്തിൽ 14 തരാണുള്ളത്. സിമ്പിളാണ്. ഹുവ അവൻ, ഒരാളിനെ കുറിച്ചാണ് ഹുവ അവൻ എന്ന് പറയുമ്പോൾ ഹുവ. ഇനി അവർ 2 പേരെന്ന് പറയുമ്പോഴോ ഹുമ. അവർ അനേകം പേർ ഹും. അതുപോലെ തന്നെ അവളൊരു സ്ത്രീ, ഓളുണ്ടല്ലോ, ഓൾ ഇങ്ങനെ ചെയ്തു, അപ്പം എന്താ പറയുക ഹിയ. അവർ 2 സ്ത്രീകൾ ഹുമ.
അതുപോലെ തന്നെ കുറേ സ്ത്രീകളെ കുറിച്ച് പറയാണ്, അവരൊക്കെ ഇതാ വരുന്നുണ്ട്. അപ്പം എന്താ പറയുക? ഹുന്ന, ഹുന്ന. അതുപോലെ തന്നെ മറ്റൊന്ന് അന്ത, നീ, നിന്നെ ഞാൻ കണ്ടു, അതല്ലെങ്കിൽ നീ വരുന്നുണ്ടോ, നീ ഒരു പണ്ഡിതനാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം എന്ത് ഉപയോഗിക്കുക? അന്ത, നീ. അന്തുമ, നിങ്ങൾ രണ്ടുപേർ. ഇനി നിങ്ങൾ എന്ന് പറയാൻ പോകുന്ന ആൾക്കാർ കുറേ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ന് പറയണം. അപ്പോൾ എന്താ പറയുക? അന്തും. ഇനി ഒരു സ്ത്രീയെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്? നീ എന്ന് പറയുന്നത്. അപ്പോൾ അന്തി. 2 സ്ത്രീകളാണെങ്കിൽ അന്തുമ. കുറേ സ്ത്രീകളെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്? നിങ്ങൾ എന്ന് പറയുന്നതെങ്കിൽ അന്തുന്ന എന്നാണ് ഉപയോഗിക്കുക. പിന്നെ ഞാൻ ചെയ്തു, ഞാൻ വന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഒരു പണ്ഡിതനാണ്, ഞാൻ ഒരു മുത്താലിമാണ്, അന മുത്താലിമുൻ, അന ആലിമുൻ, അന മുഅല്ലിമുൻ, അങ്ങനെയൊക്കെ പറയുമ്പോൾ അന എന്നുള്ളത് ഞാൻ എന്നർത്ഥത്തിൽ. ഇനി ഞങ്ങൾ എന്ന് പറയുകയാണെങ്കിലോ, അപ്പോൾ നെഹ്നു, നെഹ്നു മുത്താലിമുന, ഞങ്ങൾ വിദ്യാർത്ഥികളാണ്, നെഹ്നു തുല്ലാബ്, ഞങ്ങൾ വിദ്യാർത്ഥികളാണ്. അപ്പം അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ലൊമീറുകൾ വരുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞത് സിയാകൾ. സിയ എന്ന് പറഞ്ഞാൽ ആ ഫിഅല് അതെന്താണെന്നാണ് പറയുന്നത്. ഒരു ഫഅല എന്നുള്ള വാക്കുണ്ടല്ലോ, അതെന്താണ്? അതല്ലെങ്കിൽ ദഹബ, ആ വാക്ക് എന്താണ്? നസറ, ലൊറബ, ഈ വാക്കുകളൊക്കെ എന്താണ്? ഇത് ഒരാണിനെ കുറിച്ചാണ് പറയുന്നത്, അതല്ല ഒരു പെണ്ണിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതാണ് എന്ത് ചെയ്യുന്നത്? സിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത് ഫഅല, അതിൻ്റെ സിയ എന്താ വെച്ചാൽ ഫിഅലുൻ മാദിൻ മഅറൂഫുൻ മുസ്ബത്തുൻ ലിദക്രിൽ ഗായിബി ളമീറുഹു ഹുവ. അതാണ് ഇതിൻ്റെ സിയ. ഇത് കാണാതെ പഠിക്കണ്ട. ഈ ഒന്നാമത്തെ ഫസ്റ്റത്തെ 2 ഭാഗം പഠിച്ചാൽ തന്നെ എന്ത് ചെയ്യും? അതായത് നമ്മളിപ്പോൾ പഠിക്കുന്ന ഫാല എന്നുള്ളതും അതിന് ശേഷം വരുന്ന മാഫാല, അത് രണ്ടും കാണാതെ പഠിച്ചാൽ തന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും? പഠിയും. ഫാല എന്നുള്ളത് ഫിഅലുൻ മാദിൻ മഅറൂഫുൻ, അതൊരു മഅറൂഫായ മാദിയായ ഫിഅലാണ്. മഅറൂഫ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഫാല അവൻ ചെയ്തു, അതല്ലാതെ അവന് പ്രവർത്തിക്കപ്പെട്ടു എന്നല്ല, അതല്ലെങ്കിൽ അവൻ അടിക്കപ്പെട്ടു എന്നല്ല. അപ്പോൾ അടിച്ച ആൾ എന്ത് ചെയ്യുന്നില്ല, ആരാന്ന് പറയുന്നില്ല. മനസ്സിലായോ? അപ്പോൾ ഫായിൽ എന്ന് പറയുമ്പോൾ പ്രവർത്തിക്കുന്നവൻ. ഈ പ്രവർത്തിക്കുന്ന ആൾ, അതായത് ഫായിലിനെ കുറിച്ച് പരാമർശമുണ്ടെങ്കിൽ ആ ഫിഅൽ എന്താണ്? മഅറൂഫാണ്. പരാമർശമില്ലെങ്കിൽ ആ ഫിഅൽ മജ്ഹൂലാണ്. ഫാല എന്ന് പറയുമ്പോൾ അവൻ പ്രവർത്തിച്ചു, ആ പ്രവർത്തിക്കുന്ന ആളെ കുറിച്ച് എന്തുണ്ട്? പരാമർശമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും? നമ്മൾ അത് മഅറൂഫാണ് എന്ന് പറയും. അതുപോലെ തന്നെ പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത്, പ്രവർത്തിച്ചില്ല എന്നല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു? അത് മുസ്ബത്തായി. ആ ഫിഅൽ മാദിയാണ്, അതുപോലെ തന്നെ മഅറൂഫാണ്, മുസ്ബത്താണ്. ഇനി പറയുന്നത് അത് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കപ്പെടുന്നത്? ലിദക്രി ഗായിബി, ഒരു ഗായിബായ പുരുഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കപ്പെടുന്നത്. അവൻ ചെയ്തു എന്നല്ല പറയുന്നത്, അതല്ലാതെ അവൾ ചെയ്തു എന്നല്ലല്ലോ. അവൻ ചെയ്തു, അതാണ് ഫഅല. അവൻ പ്രവർത്തിച്ചു. ലറബ, അവൻ അടിച്ചു. അപ്പോൾ അതിൻ്റെ ളമീർ ഹുവ എന്നാണ്. ഒരു പുരുഷനെ കുറിച്ച്, ഗായിബായ പുരുഷനെ കുറിച്ച് നമ്മൾ അവൻ എന്ന് പറയുമ്പോൾ എന്താ ഉപയോഗിക്കുക? ഹുവ എന്നാണ് ഉപയോഗിക്കുക. രണ്ടാമത് ഫഅല, അവർ 2 പുരുഷന്മാർ പ്രവർത്തിച്ചു. അത് ഫിഅലുൻ മാദിൻ മഅറൂഫുൻ മുസ്ബത്തുൻ, മുസ്ബത്തായ മാദി മഅറൂഫായ ഫിഅലാണ്. എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുക? ലിദക്കറൈനിൽ ഗായിബൈൻ, ഗായിബീങ്ങളായ 2 പുരുഷന്മാർക്ക് വേണ്ടി. ദക്കർ എന്ന് പറഞ്ഞാൽ ഒരാൾ, ദക്കറൈൻ എന്ന് പറയുമ്പോൾ 2 ആളുകൾ. ഗായിബ് എന്ന് പറഞ്ഞാൽ ദൂരെയുള്ള ഒരാൾ, അടുത്തില്ലാത്ത ഒരാൾ. ഗായിബാനി അല്ലെങ്കിൽ ഗായിബൈനി എന്ന് പറയുമ്പോൾ അടുത്തില്ലാത്ത 2 പേർ. അതിൻ്റെ ളമീർ ഹുമ എന്നാണ്. ഫഅലു എന്നുള്ളത് ഫിഅലുൻ മാദിൻ മഅറൂഫ് മുസ്ബത്തുൻ ലിദക്രിൽ ഗായിബിൻ ളമീറുഹു ഹും. അത് അനവധി ഗായിബീങ്ങളായ പുരുഷന്മാർക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന മാദി മഅറൂഫായ ഫിഅലാണ്. അതിൻ്റെ ളമീർ ഹും എന്നാണ്. ഫഅലത്ത്, അത് ഫിഅലുൻ മാദിൻ മഅറൂഫുൻ മുസ്ബത്തുൻ ലിൽ ഉൻസൽ ഗായിബത്തി, ഒരു ഗായിബത്തായ നമ്മുടെ അടുത്തില്ലാത്തൊരു പെണ്ണ്, ആ പെണ്ണിനെ കുറിച്ച് ഉപയോഗിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രയോഗിക്കുന്ന ഒരു പദമാണ് ഇത് ഫഅലത്ത് എന്നുള്ളത്. അത് മുസ്ബത്താണ്, മഅറൂഫാണ്, മാദിയായ ഫിഅലാണ്. അതിൻ്റെ ളമീർ ഹിയ എന്നാണ്. ഫഅലത്ത്, അത് ഫിഅലുൻ മാദിൻ മഅറൂഫുൻ മുസ്ബത്തുൻ ലിൽ ഉൻസൈനി ഗായിബത്തൈൻ, ഗായിബത്തായ 2 സ്ത്രീകൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന മുസ്ബത്തായ മാദി മഅറൂഫായ ഫിഅലാണ്. അതിൻ്റെ ളമീർ ഹുമ എന്നാണ്. ഫഅൽന എന്നുള്ളത് ഫിഅലുൻ മാദിൻ മഅറൂഫുൻ മുസ്ബത്തുൻ ലിൽ ഇനാസിൽ ഗായിബാത്തി, ഗായിബായ അനേകം സ്ത്രീകൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന മുസ്ബത്തായ മഅറൂഫായ മാദിയായ ഫിഅലാണ് ഫഅൽന എന്നുള്ളത്. അതിൻ്റെ ളമീർ ഹുന്ന എന്നാണ്. ഫഅലത്ത് എന്നുള്ളത് ഫിഅലുൻ മാദിൻ മഅറൂഫുൻ മുസ്ബത്തുൻ ലിദക്രിൽ ഹാദിരി, ഒരു ഹാദിറായ പുരുഷന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന മാദി മഅറൂഫായ ഫിഅലാണ്. അതിൻ്റെ ളമീർ അന്ത എന്നാണ്. ഫഅൽതുമ എന്നുള്ളത് ഫിഅലുൻ മാദിൻ മഅറൂഫുൻ മുസ്ബത്തുൻ ലിദക്റൈനിൽ ഹാദിറൈൻ, ഹാദിരീങ്ങളായ 2 ആളുകൾക്ക് വേണ്ടി, അതായത് നിങ്ങൾ 2 പേർ, അതിനു വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന മാദി മഅറൂഫായ മുസ്ബത്തായ ഫിഅലാണ്. അതിൻ്റെ ളമീർ അൻതുമ എന്നാണ്.
ഫഅൽതും എന്നുള്ളത് ഫിഅലും മാദിയും മഅറൂഫ് മുസ്ബത്തുൽ ലിദുക്കൂരി ഹാദിരീങ്ങളായ അനേകം പുരുഷന്മാർക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന മുസ്ബത്തായ മാദി മഅറൂഫായ ഫിഅലാണ്. അതിൻ്റെ ദമീർ അൻതും എന്നാണ്. ഫഅൽതി എന്നുള്ളത് ഫിഅലും മാദിയും മഅറൂഫും മുസ്ബത്തുൽ ലിൽ ഉൻസൽ ഹാദിറത്തായ ഒരു പെണ്ണിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന മാദി മഅറൂഫായ ഫിഅലാണ്. അതിൻ്റെ ദമീർ അൻതി എന്നാണ്. ഫഅൽതുമ എന്നുള്ളത് ഫിഅലും മാദിയും മഅറൂഫുൻ മുസ്ബത്തുൽ ലിൽ ഉൻസൈനിൽ ഹാദിറത്തൈൻ ദമീറുഹു അൻതുമ. ഹാദിറത്തായ രണ്ട് സ്ത്രീകൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന മാദി മഅറൂഫായ മുസ്ബത്തായ ഫിഅലാണ് ഫഅൽതുമ എന്നുള്ളത്. അതിൻ്റെ ദമീർ അൻതുമ എന്നാണ്. ഫഅൽതുന്ന അത് ഫിഅലും മാദിയും മഅറൂഫും മുസ്ബത്തുൽ ലിൽ ഇനാസിൽ ഹാദിറാത്തി ദമീറുഹു അൻതുന്ന. അതുപോലെ തന്നെ ഫഅൽതു അത് ഫിഅലും മാദിയും മഅറൂഫും മുസ്ബത്തുൽ ലിൽ മുതകല്ലിമി വലിൽ ഉൻസൽ മുതകല്ലിമത്തി ദമീറുഹു അന. ഫഅൽതു ഞാൻ പ്രവർത്തിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞത് മുതകല്ലിമിൻ്റെ പ്രയോഗമാണ്. അതായത് ഈ പറയുന്ന ആളാണ് എന്ത് ചെയ്തത്, ഈ ഒരു കാര്യം ചെയ്തത്. അപ്പോൾ എന്താ പറയുക, ഞാൻ ഊതി, ഞാൻ അടിച്ചു എന്നല്ലേ. അപ്പോൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫിഅലാണ് ഫഅൽതു. അത് ഫിഅലും മാദിയും മഅറൂഫുൻ മുസ്ബത്തായ മാദി മഅറൂഫായ ഫിഅലാണ്. എന്തിനു വേണ്ടി ഉപയോഗിക്കപ്പെടുന്നത്, ലിൽ മുതകല്ലിമി ഒരു പുരുഷനായ മുതകല്ലിമിനും, അതുപോലെ തന്നെ വലിൽ ഉൻസൽ മുതകല്ലിമത്തി ഒരു മുതകല്ലിമത്തായ പെണ്ണിനും. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒക്കെ എന്താ പറയുക, അന എന്നാണ് പറയുക. അതുപോലെ തന്നെ ഞാൻ അടിച്ചു, ലറബ്തു ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒക്കെ ലറബ്തു എന്നാണ് പറയുക. അതിൻ്റെ ദമീർ അന എന്നാണ്. ഫഅൽന ഇതേപോലെ തന്നെ ഞാൻ എന്നുള്ളത് ഞങ്ങൾ എന്നാക്കിയാൽ മതി. അത് ഫിഅലും മാദിയും മഅറൂഫുൻ മുസ്ബത്തായ മാദി മഅറൂഫായ ഫിഅലാണ്. ആർക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നത്, ലിൽ മുതകല്ലിമൈനി രണ്ട് മുതകല്ലിമിങ്ങൾക്ക് വേണ്ടി. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേർ പ്രവർത്തിച്ചു എന്നാണെങ്കിലും എന്താ പറയുക, ഫഅൽന എന്നാണ് പറയുക. ഞങ്ങൾ രണ്ടുപേർ അടിച്ചു എന്നാണെങ്കിലും ലറബ്ന എന്നാണ് പറയുക. അതുപോലെ തന്നെ വലിൽ മുതകല്ലിമീന രണ്ടിലധികം ആളുകൾ, മനസ്സിലായോ, ഞങ്ങൾ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഞങ്ങൾ അടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ പറയുക, ലറബ്ന. ഞങ്ങൾ രണ്ടാൾക്കാരാണെങ്കിലും ഞങ്ങൾ രണ്ടിനേക്കാൾ അധികമുള്ള ആൾക്കാരാണെങ്കിലും ഒക്കെ എന്താ പറയുക, ലറബ്ന ഫഅൽന എന്നാണ് പറയുക. പിന്നെ ദുക്കൂരി വല്ലിനാസി ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, രണ്ടാണുങ്ങളാണെങ്കിലും രണ്ട് പെണ്ണുങ്ങളാണെങ്കിലും രണ്ടിനേക്കാൾ അധികരിച്ച ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒക്കെ എന്താ പറയുക, ഫഅൽന എന്നാണ് പറയുക. അതിൻ്റെ ദമീർ നഹ്നു എന്നാണ്. ഇനി അടുത്തത് ഇതിൻ്റെ നേരെ മംഫി, അവൻ പ്രവർത്തിച്ചു എന്നുള്ളത് അവൻ പ്രവർത്തിച്ചിട്ടില്ല എന്നാക്കണം. ഫസ്ലു ഇതൊരു ഉപാധ്യായമാണ്. അൽ ഫിഅലുൽ മാദിൽ മഅറൂഫുൽ മംഫിയായ മാദി മഅറൂഫായ ഫിഅൽ അതാണെന്ത് ഇതിലെ പാഠവിഷയം. ഇനി മൂപ്പര് പറയാണ്, നമ്മളിപ്പോൾ മാദി മഅറൂഫ് മുസ്ബത്ത് അതെങ്ങനെയാണെന്ന് എന്ത് ചെയ്തു നമ്മൾ പഠിച്ചു. ഇനി അതിൻ്റെ മംഫി നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക, അത് അദ്ദേഹം പറയാണ്, വ ഇദ അറത്ത നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ, അൻ തൻഫിയൽ മാദിയൽ മഅറൂഫ മാദി മഅറൂഫായ ഒരു ഫിഅലിനെ നഫി ചെയ്യാൻ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ഫസിദ് ഫി അവലിഹി മ അതിൻ്റെ തുടക്കത്തിൽ ഒരു മ എന്നുള്ളതിനെ അധികരിപ്പിക്കണം. അതായത് ഒരു മാദി മഅറൂഫായ ഫിഅലാണെങ്കിൽ എന്ത് ചെയ്യുക, അതിൻ്റെ തുടക്കത്തിൽ ഒരു മ എന്നുള്ളതിനെ അധികരിപ്പിക്കാം. ഏതുപോലെ ഫഅല എന്നുള്ളതിനെ മ ഫഅല എന്നാക്കാം. പ്രവർത്തിച്ചു എന്നുള്ളത് എന്തായി, പ്രവർത്തിച്ചിട്ടില്ല. മ ഫഅല അവനെ പുരുഷൻ പ്രവർത്തിച്ചിട്ടില്ല. മ ഫഅല അവർ രണ്ട് പുരുഷന്മാർ പ്രവർത്തിച്ചിട്ടില്ല. മ ഫഅല അവർ അനേകം പുരുഷന്മാർ പ്രവർത്തിച്ചിട്ടില്ല. മ ഫഅലത്ത് അവളൊരു സ്ത്രീ പ്രവർത്തിച്ചിട്ടില്ല. മ ഫഅലത്ത് അവർ രണ്ട് സ്ത്രീകൾ പ്രവർത്തിച്ചിട്ടില്ല. മ ഫഅല അവർ അനേകം സ്ത്രീകൾ പ്രവർത്തിച്ചിട്ടില്ല. അതുപോലെ തന്നെ മ ഫഅൽത നീ ഒരു പുരുഷൻ പ്രവർത്തിച്ചിട്ടില്ല. മ ഫഅൽതും നിങ്ങൾ രണ്ട് പുരുഷന്മാർ പ്രവർത്തിച്ചിട്ടില്ല. മ ഫഅൽതും നിങ്ങൾ അനേകം പുരുഷന്മാർ പ്രവർത്തിച്ചിട്ടില്ല. അതുപോലെ തന്നെ മ ഫഅൽതി നീ ഒരു സ്ത്രീ പ്രവർത്തിച്ചിട്ടില്ല. മ ഫഅൽതും നിങ്ങൾ രണ്ട് സ്ത്രീകൾ പ്രവർത്തിച്ചിട്ടില്ല. മ ഫഅൽതും നിങ്ങൾ അനേകം സ്ത്രീകൾ പ്രവർത്തിച്ചിട്ടില്ല. മ ഫഅൽതും ഞാൻ പ്രവർത്തിച്ചിട്ടില്ല. മ ഫഅൽന ഞങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ സിയാകൾ അതുപോലെ തന്നെ ഇതിൻ്റെ സർഫ് ആദ്യം എന്ത് ചെയ്യും, നമുക്കൊന്ന് സർഫാക്കാം. നേരത്തെ പറഞ്ഞ അതേ സർഫാണ്, ഒരു മാ ചേർത്തി കൊടുത്താൽ മതി. മ ഫഅല മ ഫഅല മ ഫഅലു മ ഫഅലത്ത് മ ഫഅലത മ ഫഅൽന മ ഫഅൽത മ ഫഅൽതുമ മ ഫഅൽതും മ ഫഅൽതി മ ഫഅൽതുമ മ ഫഅൽതുന്ന മ ഫഅൽതു മ ഫഅൽന മ ളറബ മ ളറബ മ ളറബു മ ളറബത മ ളറബത മ ളറബ്ന മ ളറബത മ ളറബതുമ മ ളറബതും മ ളറബതി മ ളറബതുമ മ ളറബതുന്ന മ ളറബതു മ ളറബ്ന. അങ്ങനെയാണ് എന്ത് ചെയ്യുക, അതിൻ്റെ സർഫ് വരാം. ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ സിയാ അതിനെ മുസ്ബത്ത് എന്നുള്ളത് മംഫീനാക്കിയാൽ മതി, വേറെ യാതൊരു വ്യത്യാസമല്ല. അത് ഫിഅലും മാദി മഅറൂഫുൻ മംഫിയായ മാദി മഅറൂഫായ ഫിഅലാണ്. മാദിയായ ഫിഅലാണ്, അത് മനസ്സിലായല്ലോ. അതുപോലെ തന്നെ മഅറൂഫാണ് നേരത്തെ പറഞ്ഞ, അതായത് പ്രവർത്തിക്കുന്ന ആളാരാന്ന് പരാമർശം ഉണ്ട്.
പരാമർശമില്ലെങ്കിൽ മജ്ഹൂലാവും, മാറൂഫാണ്. അവൻ പ്രവർത്തിച്ചിട്ടില്ല. അതുപോലെ തന്നെ മംഫിയാണ്. പ്രവർത്തിച്ചു എന്നല്ല, പ്രവർത്തിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അത് മംഫിയാണ്. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ലിദക്കരി ഗായിബി, ഒരു ഗായിബായ പുരുഷന് വേണ്ടി ഉപയോഗിക്കുന്നു. അവൻ എന്നല്ല പറയുന്നത്. അപ്പം നമ്മുടെ അടുത്തുള്ള ഒരാളെ കുറിച്ച് അവൻ എന്ന് പറയില്ലല്ലോ. അതിൻ്റെ ലമീർ ഹുവ എന്നാണ്. മാ ഫഅല, അത് ഫിഅലുൻ മാദിൻ മഅറൂഫുൻ മംഫിയുൻ ലിദക്കറൈനി ഗായിബൈൻ, ഗായിബീങ്ങളായ രണ്ട് പുരുഷന്മാർക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന മാദി മംഫിയായ ഫിഅലാണ് ഇത്. മാ ഫഅല എന്നുള്ളത് അതിൻ്റെ ലമീർ ഹുമ എന്നാണ്. മാ ഫഅലു എന്നുള്ളത് ഫിഅലുൻ മാദിൻ മഅറൂഫുൻ മംഫിയുൻ ലിദക്കൂരി ഗായിബൈൻ, ഗായിബീങ്ങളായ അനേകം ആളുകൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന മാദി മഅറൂഫായ ഫിഅലാണ്. അതിൻ്റെ ലമീർ ഹും എന്നാണ്. മാ ഫഅലത്ത് എന്നുള്ളതിൻ്റെ സിയാ ഫിഅലുൻ മാദിൻ മഅറൂഫുൻ മംഫിയുൻ ലിൽ ഉൻസൽ ഗായിബത്തി, ഗായിബത്തായ ഒരു പെണ്ണിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന മംഫിയായ മാദി മഅറൂഫായ ഫിഅലാണ്. അതിൻ്റെ ലമീർ ഹിയ എന്നാണ്. മാ ഫഅലത്ത എന്നുള്ളത് ഫിഅലുൻ മാദിൻ മഅറൂഫുൻ മംഫിയുൻ ലിൽ ഉൻസൈനി ഗായിബത്തൈൻ, ഗായിബീങ്ങളായ രണ്ട് സ്ത്രീകൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന മാദി മംഫിയായ ഫിഅലാണ്. അതിൻ്റെ ലമീർ ഹുമ എന്നാണ്. മാ ഫഅൽന എന്നുള്ളത് അതിൻ്റെ ബഹുവചനം, അതായത് ഫിഅലുൻ മാദിൻ മഅറൂഫുൻ മംഫിയുൻ ലിൽ ഇനാത്തിൽ ഗായിബാത്തി, അനേകം ഗായിബീങ്ങളായ സ്ത്രീകൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന മാദി മഅറൂഫായ മംഫിയായ ഫിഅലാണത്. അതിൻ്റെ ലമീർ ഹുന്ന എന്നാണ്. മാ ഫഅൽത എന്നുള്ളത് ഫിഅലുൻ മാദിൻ മഅറൂഫുൻ മംഫിയുൻ ലിദക്കരിൻ ഹാദിരി, ഒരു ഹാദിറായ പുരുഷന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന മാദി മംഫിയായ മഅറൂഫായ ഫിഅലാണ്. അതിൻ്റെ ലമീർ അൻത എന്നാണ്. മാ ഫഅൽതുമ എന്നുള്ളത് ഫിഅലുൻ മാദിൻ മഅറൂഫുൻ മംഫിയുൻ ലിദക്കരിൻ ഹാദിറൈൻ, അതിൻ്റെ ലമീർ അൻതുമ എന്നാണ്. അതായത് ഹാദിറായ രണ്ട് പുരുഷന്മാർക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന മാദി മഅറൂഫായ ഫിഅലാണ്. അതിൻ്റെ ലമീർ അൻതുമ. മാ ഫഅൽതും, അത് ഫിഅലുൻ മാദിൻ മഅറൂഫുൻ മംഫിയുൻ ലിദക്കൂരിൽ ഹാദിരീന, ഹാദിരീങ്ങളായ രണ്ട് പുരുഷന്മാർക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന മാദി മംഫിയായ ഫിഅലാണ്. അതിൻ്റെ ലമീർ അൻതും എന്നാണ്. അനേകം പുരുഷന്മാർക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന കേട്ടോ. മാ ഫഅൽതി, അത് നീ ഒരു സ്ത്രീ പ്രവർത്തിച്ചിട്ടില്ല. ഫിഅലുൻ മാദിൻ മഅറൂഫുൻ മംഫിയുൻ ലിൽ ഉൻസൽ ഹാദിറത്തി, ഹാദിറത്തായ ഒരു പെണ്ണിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന മാദി മംഫിയായ മഅറൂഫായ ഫിഅൽ, അതിൻ്റെ ലമീർ അൻതി എന്നാണ്. മാ ഫഅൽതുമ എന്നുള്ളത് ഫിഅലുൻ മാദിൻ മഅറൂഫുൻ മംഫിയുൻ ലിൽ ഉൻസൈനിൽ ഹാദിറത്തൈൻ, ഹാദിരീങ്ങളായ രണ്ട് സ്ത്രീകൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന മംഫിയായ മാദി മഅറൂഫായ ഫിഅൽ, അതിൻ്റെ ലമീർ അൻതുമ എന്നാണ്. മാ ഫഅൽതുന്ന എന്നുള്ളതിൻ്റെ ഫിഅലുൻ മാദിൻ മഅറൂഫുൻ മംഫിയുൻ ലിൽ ഇനാത്തിൽ ഹാദിറാത്തി, ഹാദിരീങ്ങളായ അനേകം സ്ത്രീകൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന മാദി മംഫിയായ ഫിഅലാണ്. അതിൻ്റെ ലമീർ അൻതുന്ന എന്നാണ്. മാ ഫഅൽതു, ഞാൻ പ്രവർത്തിച്ചിട്ടില്ല. അത് ഫിഅലുൻ മാദിൻ മഅറൂഫുൻ മംഫിയായ മാദി മഅറൂഫായ ഫിഅലാണ്. എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുക? അത് ലിൽ മുത്തക്കല്ലിമി, ഒരു മുത്തക്കല്ലിമിന് വേണ്ടിയിട്ടും വലിൽ ഉൻസൽ മുത്തക്കല്ലിമത്തി, മുത്തക്കല്ലിമത്തായ ഒരു പെണ്ണ്, ഒരു മുത്തക്കല്ലിമ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരാളാണെങ്കിലും എന്ത് ചെയ്യും? നമ്മൾ ഫഅൽതു അതുപോലെ തന്നെ മാ ഫഅൽതു എന്നൊക്കെയാണ് ഉപയോഗിക്കുക. അതിൻ്റെ ലമീർ അന എന്നാണ്. ഇനി മാ ഫഅൽന, ഞങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല. അത് രണ്ടാണുങ്ങൾ അതല്ലെങ്കിൽ രണ്ട് പെണ്ണുങ്ങൾ, ഇപ്പോൾ സംസാരിക്കുന്ന ആൾക്കാർ രണ്ടാണുങ്ങൾ അല്ലെങ്കിൽ രണ്ട് പെണ്ണുങ്ങൾ, അതല്ലെങ്കിൽ രണ്ടിനേക്കാൾ അധികരിച്ച ആണുങ്ങൾ പെണ്ണുങ്ങൾ, 3 or 4 ആണുങ്ങൾ പെണ്ണുങ്ങൾ, അങ്ങനെയൊക്കെ ആണെങ്കിലും മാ ഫഅൽന എന്ന് തന്നെയാണ് എന്ത് ചെയ്യുക? ഉപയോഗിക്കുക. അതിൻ്റെ സിയാ ഫിഅലുൻ മാദിൻ മഅറൂഫുൻ മംഫിയുൻ ലിൽ മുത്തക്കല്ലിമൈനി വൽ മുത്തക്കല്ലിമീന മിന ദുക്കൂരി വൽ ഇനാസി, സ്ത്രീകൾ പുരുഷന്മാർ അവർ രണ്ടിലധികമോ അതല്ലെങ്കിൽ 2 ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന മാദി മഅറൂഫായ മംഫിയായ ഫിഅലാണ് മാ ഫഅൽന എന്നുള്ളത്. അതിൻ്റെ ലമീർ നഹ്നു എന്നാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ് മജ്ഹൂലായ ഫിഅൽ, നമ്മൾ ഇത്രയും നേരം മഅറൂഫാണ് പഠിച്ചത്. ഇനി മജ്ഹൂലിൻ്റെ മഅറൂഫും അതുപോലെ തന്നെ അതിൻ്റെ മജ്ഹൂലായ ഫിഅലിൻ്റെ മുസ്ബത്തും അതിൻ്റെ മംഫിയും അതുപോലെ തന്നെ മുളാരിയായ ഫിഅലിൻ്റെ തുടക്കം, ഇതൊക്കെ എന്ത് ചെയ്യാം? ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു വെക്കാം. അല്ലാഹു ബാരിക് ഫീക്കും. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.